കളിമൈതാനങ്ങളിൽ നിന്നൊരു കുട്ടിഗോളി ഇനി സൗദിയിൽ അൽ നസറിന്റെ ഗോൾ വല കാക്കും. പാങ്ങിലെ എലഗൻസ് FC ജൂനിയർ ടീമിൽ ഗോൾ കീപ്പറായ മുഹമ്മദ് റാസിൻ എന്ന 12 വയസ്സുകാരനാണ് സൗദിയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമാകാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവോടെ വിശ്വപ്രസിദ്ധി ആർജിച്ച അൽ നസറിന്റെ ജൂനിയർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെയും റിയാദിലെ ക്ലബ് ആസ്ഥാനത്ത് പരിശീലനം തുടങ്ങിയതിന്റെയും ത്രില്ലിലാണ് ഈ 7ാം ക്ലാസ്സുകാരൻ. മുഹമ്മദ് റാസിൻ പന്ത് തട്ടി കളിക്കുന്നത് കണ്ട ഒരു സൗദി പൗരനാണ് അൽ നസറിന്റെ സെലക്ഷനിൽ പങ്കെടുക്കാൻ ഉപദേശിച്ചത്. റിയാദിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ താദീക്കിൽ പിതാവ് ഷാജഹാൻ അംഗമായ യൂത്ത് ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബും പ്രാദേശിക സൗദി ക്ലബ്ബും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിനിടെയാണ് റിയാദ് നാദി ക്ലബ്ബിലെ പരിശീലകനായ അബ്ദുള്ള സാലേഹ് എന്ന സൗദി പൗരൻ റാസിന്റെ പ്രകടനം ശ്രദ്ധിക്കുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച റിയാദ് ബദിയയിലെ അൽ നസറിന്റെ ക്ലബ്ബ് ആസ്ഥാനത്ത് സെലക്ഷനിൽ പങ്കെടുത്തു. തുടർച്ചയായി 3 ദിവസം നീണ്ടുനിന്ന സെലക്ഷൻ. തന്നേക്കാൾ പ്രായം കൂടുതലുള്ളവരോടൊപ്പം മത്സരിച്ച് റാസിൻ സെലക്ട് ചെയ്യപ്പെട്ടു. വ്യാഴാഴ്ച മുതൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. റൊണാൾഡോയുടെ മകൻ ക്രിസ്ത്യാനോ ജൂനിയറും പരിശീലനത്തിൽ ഒപ്പമുണ്ട് എന്നതാണ് ത്രില്ലടിപ്പിക്കുന്ന മറ്റൊരു വിശേഷം. ഫുട്ബോൾ കളിക്കാരനായ പിതാവിനോടൊപ്പം 5ാം വയസ്സിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി തുടങ്ങിയതാണ് റാസിൻ. സാമർത്ഥ്യം ഏതിലാണെന്ന് തിരിച്ചറിഞ്ഞ പരിശീലകൻ ഗോൾമുഖത്തെ കാവൽഭടനാക്കി. ജനിച്ചത് റിയാദിലാണെങ്കിലും വളർന്നതും കളിമൈതാനങ്ങളിൽ ഉശിരുകാട്ടിയതും മലപ്പുറത്താണ്. സ്വദേശമായ മലപ്പുറം പാങ് ചന്തപ്പറമ്പിലെ FRC ക്ലബ്ബിലായിരുന്നു തുടക്കം. 2 വർഷം മുമ്പ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ റാസിൻ മിനർവ പഞ്ചാബിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2034 ലോകകപ്പിന് വേണ്ടിയുള്ള ടീമിലേക്കായിരുന്നു സെലക്ഷൻ. 6 മാസം അവിടെ പരിശീലനം നടത്തി ശേഷം മടങ്ങി. അതിനിടെ സന്ദർശന വിസയിൽ കുടുംബത്തോടൊപ്പം സൗദിയിൽ പിതാവിന്റെ അടുത്തേക്ക് വന്നു. അതാണിപ്പോൾ ഈ സുവർണ അവസരത്തിലേക്ക് വഴി തുറന്നത്. ഇനി സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ എല്ലാം അൽ നസറിന്റെ കീഴിലാകും. ഉടൻ തന്നെ കരാർ ഒപ്പിടും. സൗദി ഫുട്ബോൾ ക്ലബ്ബിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയും